ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ഉം 22-ഉം വാക്യത്തെ അടിസ്ഥാനമാക്കി അനുരഞ്ജന പാതയിലൊരു യാത്ര എന്ന വിഷയത്തെ ആധാരമാക്കി നമ്മൾ ചിന്തിക്കുന്ന ഈ വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം കേവലം ഒരു കർമാചാരം എന്ന നിലയിലല്ല, യേശുവിനോടൊപ്പം കാൽവരിയിലേക്ക് യാത്ര ചെയ്യാനും നാം സ്വീകരിച്ചിട്ടുള്ള സ്നാനത്തിൻ്റെ അർത്ഥങ്ങൾ നമ്മിൽ സ്വാംശീകരിക്കാനും ഈ ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടണം. കർത്താവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതാണല്ലോ ക്രിസ്തീയ വിശ്വാസ ജീവിതം. യേശു കർത്താവിനോടൊപ്പം നിരന്തരം യാത്ര ചെയ്യുന്നതിന് അനുരഞ്ജനമാണ് ഉണ്ടാകേണ്ടത്. അതിന് ആധാരമായി ഒന്നാമത്തെ ഭാഗം യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും തിരു അവതാരത്തിൻ്റെയും ലക്ഷ്യം മൊത്തത്തിലുള്ള അനുരഞ്ജനമായിരുന്നു. സ്വർലോകരെയും ഭൂലോകരെയും തമ്മിൽ സമാധാനപ്പെടുത്തിയ ശുശ്രൂഷയാണ് കർത്താവിൻ്റേത്. ദൈവസ്നേഹത്തിൻ്റെ തികഞ്ഞ ആവിഷ്കാരമാണ് യേശുവിൻ്റെ ജഡാവതാരത്തിൽ നാം കണ്ടത്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യഹൂദ വിജാതീയ വേർതിരിവുകളെ ക്രൂശിലെ മരണത്താൽ യേശു ഇല്ലാതാക്കി. ജാതികൾക്കും ദൈവിക രക്ഷയുടെ അനുഭവം നൽകി. പുരോഹിതരും സാധാരണക്കാരുമെന്ന വിഭാഗീയത യേശു ഇല്ലാതാക്കി. ദേവാലയത്തിലെ തിരശീല അടിതൊട്ട് മുടിവരെ ചീന്തിപ്പോക്കുകയാൽ അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും തമ്മിലുള്ള വേർപാട് ഇല്ലാതാക്കി. പുരോഹിതർക്ക് യാഗരക്തത്തോടു കൂടെ മാത്രം ദർശിക്കാൻ കഴിയുമായിരുന്ന അതിവിശുദ്ധ സ്ഥലം സകലർക്കും കാണായി വന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ അനുരഞ്ജനത്തിൻ്റെ പ്രായോഗികത ക്രൈസ്തവ സാഹോദര്യത്തിലാണ് അനുഭവമാകുന്നത്. വേദപുസ്തക ആധ്യാത്മികതയുടെ ശാക്തീകരണം കർമാചാരങ്ങളിലല്ല, പാരസ്പര്യത്തിൻ്റെ ധാർമ്മിക അടിത്തറയിലാണ്. വീണ്ടെടുപ്പിനെക്കുറിച്ചും യഥാസ്ഥാനപ്പെടുത്തലിനെക്കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചും വേദപുസ്തകം ശക്തീകരിച്ച് പറയുന്നുണ്ട്. നിർദോഷ രക്തം ചീന്തിയ കൈൻ ദൈവ ശാപത്തിനിരയായി. ദൈവത്തിൻ്റെ ക്രമങ്ങളെ തെറ്റിച്ച് ഭോഗത്തിനും ചൂഷണത്തിനും അടിമകളായവർ നോഹയുടെ കാലത്ത് മഹാപ്രളയം വരുത്തി. എന്നാൽ നാശത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ജനസമൂഹത്തെ രക്ഷിച്ചത് അനുരഞ്ജനപ്പെടുന്ന യോസഫിൻ്റെ സ്നേഹപ്രവൃത്തിയാണ്. തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും ഇസ്മായേലിൻ്റെ കച്ചവടക്കാർക്ക് വിളിക്കുകയും താൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവർക്ക് തുല്യമാക്കുകയും ചെയ്ത സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവൻ. ഇസ്രായേലിൻ്റെ ജീവസംരക്ഷണത്തിന് മുഖാന്തരമായി ഹൃദയത്തിൽ അകൃത്യം കരുതാത്ത പ്രാർത്ഥന മാത്രമാണ് ദൈവസന്നിധി സ്വീകരിക്കപ്പെടുകയെന്ന് സങ്കീർത്തകൻ പ്രസ്താവിച്ചു. മൂന്നാമത്തെ ഭാഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യർ യേശുവിലേക്ക് വളർന്നു വരുന്നത് യേശുവിൻ്റെ ഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. കർത്തൃപ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്നുവല്ലോ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെ മാത്രമാണ് പ്രാർത്ഥിക്കുന്നവരുടെ കടങ്ങൾ ക്ഷമിച്ച് ലഭിക്കുന്നത്. 10,000 താലന്ത് കടപ്പെട്ടിരുന്നവനോട് ക്ഷമിച്ചു കൊടുക്കുവാൻ രാജാവ് തയ്യാറായിരുന്നു. എന്നിരിക്കെ 100 വെള്ളിക്കാശ് കടപ്പെട്ടവനോട് ഇളവ് കൊടുക്കാൻ അയാൾ തയ്യാറാകാതെ ഇരുന്നപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ട ക്ഷമ റദ്ദാക്കപ്പെട്ടുവല്ലോ. 7 വട്ടം സഹോദരനോട് ക്ഷമിച്ചാൽ മതിയോ എന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് 70 വട്ടം എന്ന് യേശു പ്രസ്താവിച്ചത് അനന്തമായ തരത്തിൽ ക്ഷമിക്കുന്നതിനും അനുരഞ്ജനപ്പെടുന്നതിനുമുള്ള ആഹ്വാനമാണല്ലോ. ദൈവിക പ്രകാശത്തിൻ്റെ വലിയ ധാരയിലേക്ക് വരുന്നവർ തങ്ങളോട് കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ അജ്ഞതയെക്കുറിച്ചും സഹതാപമുള്ളവരും അവരെ വീണ്ടെടുക്കുന്നതിന് ശ്രമിക്കേണ്ടവരുമാണ്. അത് ചെയ്യാത്ത പക്ഷം യേശുവിൻ്റെ കുരിശിൻ്റെയും ചിന്തപ്പെട്ട രക്തത്തിൻ്റെയും ശക്തി നഷ്ടപ്പെടുത്തി കളയും. യേശുവിൻ്റെ ജീവിതത്തോടും ശുശ്രൂഷയോടും ആളത്വത്തോടും താതാത്മ്യപ്പെടുന്നവർക്കുള്ളതാണ് ഈ 50 നോമ്പ്. കേവല കർമാചാരമായി തീരുന്നവർ അതിൻ്റെ ബലം നഷ്ടപ്പെടുത്തി കളയുന്നു. ഇന്നും നഷ്ടം സഹിച്ചും അനുരഞ്ജനപ്പെടാനും ദൈവിക ലാഭം നേടിയെടുക്കാനും നമുക്കിടയാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ക്ഷമയോടും അനുരഞ്ജനത്തിൻ്റെയും കൊടുമുടികൾ കയറി ദൈവ സംസർഗം അനുഭവിക്കുവാൻ
ഞങ്ങൾക്ക് സഹായിക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹ നിയമം പാലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.